17 പേജിൽ പറയാണ്, സിഹിറിൽ പിശാചുക്കൾ നമ്മെ ഉപദ്രവിക്കുന്നത് സാഹിറിന്റെ കൽപ്പന പ്രകാരമാണ്. ഇപ്പൊ നിലവിലുള്ള ലക്കാണ്, ആവേശത്തിൽ കൊണ്ടെടുക്കുന്ന സാധനമാണ്. സിഹിറിൽ പിശാചുക്കൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് സാഹിറിന്റെ കൽപ്പന പ്രകാരമാണ്. അപ്പൊ എത്ര ചോദ്യം ഞങ്ങൾക്ക് ചോദിക്കാണ്ട്. ഇത് തൃശ്ശൂർ ഞാൻ ചെന്നപ്പോ നമ്മളെ കുട്ടികൾ ഇതും വെച്ചിട്ട് ഇറക്കിയ നോട്ടീസാ ഞങ്ങളിവിടെ ഇറക്കാൻ ഉദ്ദേശിക്കണ്ടേ. ഒരു ചോദിച്ച ചോദ്യങ്ങള്, സിഹിർ മുഖേന പിശാചിനെ കൊണ്ട് ഉപദ്രവം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് മറുപടി. എങ്കിൽ അൽ ഇസ്രായേലി എഴുതിയതിന്റെ അർത്ഥം എന്ത്? അതോ ഇതും സുല്ലമിയുടെ ഭാഷയിൽ ആലങ്കാരിക പ്രയോഗമാണോ? ആലങ്കാരികം പറഞ്ഞു. സിഹിർ മുഖേന ഉപദ്രവം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഒരു ഭാഗം പറഞ്ഞാൽ അത് അന്ധവിശ്വാസം. ഇതേ കാര്യം അൽ ഇസ്രായേൽ അഷറഫ് തിരൂർ എഴുതിയത് ഏത് വിശ്വാസമാണ്? സിഹിറും പിശാചുമായി ബന്ധപ്പെട്ട ശേഷം സക്കരിയ സലായും കൂട്ടം പറഞ്ഞപ്പോൾ ഗൾഫിലെ പണത്തിനു വേണ്ടി ഇറക്കുമതി ചെയ്യുന്നതാണ് കരിമ്പിലാക്കൽ നടത്തിയ പ്രഖ്യാപനം. എന്നാൽ അൽ ഇസ്രായേൽ മേൽ പറഞ്ഞ ആശയം തിരികെ കയറ്റിയതിന് ചീഫ് എഡിറ്റർക്കും ഇത് എഴുതിയ അഷറഫ് തിരൂർ ഗൾഫിൽ നിന്നും എത്രയാണ് തുക ലഭിച്ചത്? സാഹിറിന്റെ കൽപ്പന പിശാജ് അനുസരിക്കണമെങ്കിൽ പിശാജ് സാഹിറിന് കീഴ്പ്പെടണമല്ലോ. ഇങ്ങനെ പിശാജിനെ കീഴ്പ്പെടുത്താൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് അൽ ഇസ്ലാം വ്യക്തമാക്കുന്നത്. ഇതേ കാര്യം എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ നിങ്ങൾ ഭയപ്പെടുന്നത്? സാഹിറിന്റെ കൽപ്പന പ്രകാരം പിശാചുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവം ചെയ്യാൻ സാധിക്കും? പിശാചിനെ സേവിച്ചാൽ അതിന്റെ ആളുകൾക്ക് പിശാജ് ഉപകാരം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞവരെ നിങ്ങൾ പരിഹസിച്ചു. എന്നാൽ റബ്ബിന്റെ അനുഗ്രഹത്താൽ ഏറ്റവും പുതിയ അൽ ഇസ്രായേൽ തന്നെ അതിനോട് യോജിച്ച ആശയം വരികയും ചെയ്തു. ഇനിയും ഇതിനെക്കുറിച്ച് എന്ത് ന്യായമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഉണ്ടോ? നിങ്ങൾ പറയണം, ഇത് ഞങ്ങളെ കുട്ടികൾക്ക് നോട്ടീസാ. നിങ്ങളെ ഓരോന്നും ഞങ്ങൾ പിടിക്കും. നോണയെ പറയണതേ, നോണ അറിഞ്ഞാൽ പൊളിയാണ്ടക്കൂല. നോണ പറഞ്ഞാല് പിശാചുക്കളെ മനുഷ്യർ സഹായികളാക്കിയിട്ടില്ല എന്ന് ഇയാള് ബുക്കിൽ സ്ഥാപിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഇയാളെ ദുർവ്യാഖ്യാനം വരുന്ന സമയത്ത് ഇടയിലൊന്നും ഇടാൻ പറ്റുമത്? ഒന്നിട്ടൊടുക്കി ഇയാൾ പറയുന്നോളി. ഇനി മറ്റൊരായത്ത് അല്ലാഹ് പറയാം, നിങ്ങൾ പിശാചിന്റെയും അവന്റെ സന്തതികളെയും നിങ്ങൾ എനിക്ക് പുറമെ മനുഷ്യനെ വഴിവേപ്പിക്കുന്ന പിശാചിനെ മനുഷ്യർക്ക് ഞാൻ ഒരിക്കലും സഹായിയാക്കി വെച്ചിട്ടില്ല. ഇവിടെ ജലാലിനി വരെ പണ്ഡിതന്മാരൊന്ന് ഓതി നോക്കണ്ടേ. ജലാലിനി വരെ അതാ ജലാലിനി പറയാ, മനുഷ്യരായി നിങ്ങളെ സഹായിക്കാൻ പിശാചിന് ഞാൻ കഴിവ് കൊടുത്തിട്ടില്ല. എങ്ങനെയുണ്ട്? മനുഷ്യരെ സഹായിക്കാൻ പിശാചിന് കഴിവ് കൊടുത്തിട്ടില്ല എന്ന് ഖുർആനിലുണ്ട്. അയാൾ സ്ഥാപിക്കാണ്. ജലാലിനെങ്കിലും നോക്കി നോക്കിക്കൂടെ എന്ന് നമ്മളോട്. പക്ഷേ ഇത് ശബാബ് ഉണ്ടെങ്കിൽ തിരുത്ത് 2002 മാർച്ച് 2 തന്തയില്ലാ തിരുത്ത് എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം ഇതിന് ആരെ തിരുത്തിയതെന്നില്ല. പേജാ തിരുത്ത്. ജിന്നി പിശാച് സീർ വിശ്വാസം അന്ധവിശ്വാസം ശുദ്ധിപത്രം. അബ്ദുസ്സലാം സുല്ലമിയുടെ ജിന്നി പിശാച് സീർ വിശ്വാസം അന്ധവിശ്വാസ പുസ്തകത്തിൽ ചില തെറ്റുകൾ സംഭവിച്ചിരിക്കുന്നു. മാന്യ വായനക്കാർ ഈ ശുദ്ധിപത്രം നൽകുന്ന പോലെ തിരുത്തി വായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ആരായി അപേക്ഷിക്കണത്? ആളുണ്ടോ? അഡ്രസ് ഉണ്ടോ? അടിയിലുണ്ടോ? ഇവര് തിരുത്തിയോട് സുല്ലമി അംഗീകരിച്ചെങ്കിലോ? അതൊന്നും ഞാനറിയില്ല. എന്റെ പേരുണ്ടായാലും ഒരു തിരുത്തിയല്ലേ. യുവതക്കാരോട് ചോദിച്ചാലോ? ഞങ്ങൾ ഇറക്കിയാലും യുവത അതിന്റെ അടിയിലുണ്ടോ? യുവത ഉണ്ടോ? അപ്പൊ തന്തല്ലാത്ത തിരുത്താണ്. എന്നിട്ടോ ഇതാ പേജ് 66. പിശാചുക്കളെ സൃഷ്ടികൾക്കിടയിൽ സഹായികളായി ഞാൻ വെച്ചിട്ടില്ല. എന്താ തിരുത്ത്? പിശാചുക്കളെ സൃഷ്ടിപ്പിൽ സഹായികളാക്കി ഞാൻ വെച്ചിട്ടില്ല. ജലാലിനെങ്കിലും ഒന്ന് വായിച്ചു നോക്കൂടെ? ഞങ്ങൾ വായിച്ചു നോക്കി. അപ്പൊ മനസ്സിലായി സുല്ലമിക്ക് പൊട്ട പോയത്താ പറ്റിയിട്ടുള്ളത്. അഴ്വാനം ഫിൽ ഖൽഖീനാണ്. എന്താണ്? സൃഷ്ടിക്കുന്നതിൽ സഹായികളാക്കി എന്നാണ് അള്ളാഹ് പറഞ്ഞത്. ഇയാളോ സൃഷ്ടികൾക്ക് സഹായിയാക്കി എന്നാണ് വ്യാഖ്യാനിച്ചു. പക്ഷെ തിരുത്തിയിട്ട് കാര്യമില്ല. പക്ഷെ ഇയാൾ പറയുന്നുണ്ട് ഞങ്ങൾ തിരുത്തൂല കേട്ടോ. ഒന്നിട്ടാണ് തിരുത്താണ്. ഞങ്ങളാണ് തിരുത്തിയോ? ഞങ്ങള് എന്റെ അഭിപ്രായം ഞാനുണ്ടെങ്കിൽ തന്നെ അഭിപ്രായം പറയും. എന്റെ അഭിപ്രായം പറയും. ഞാൻ പണ്ടുള്ളവർ തിരുത്തിങ്ങാണ്ട് പിന്നെ പുസ്തകം ഇറക്കാനും ചെയ്തിട്ടില്ല. പെണ്ണുങ്ങൾക്ക് ചേലാകർമ്മം വേറെ വരുന്നുണ്ട്. ഇപ്പൊ സമയമില്ലായിട്ടാ. ഞങ്ങളെങ്ങനെ തിരുത്തലുണ്ടോ? ഞങ്ങൾ തിരുത്തൂല. രണ്ടഭിപ്രായം ഉണ്ടെങ്കിൽ രണ്ടഭിപ്രായം തന്നെ. ഓന്റെ അഭിപ്രായം എനിക്ക് എന്റെ അഭിപ്രായം. ഞങ്ങൾ തിരുത്തൂല. ഞങ്ങൾ തിരുത്തുന്ന പരിപാടി ഞങ്ങൾക്കില്ല. യോഗ്യതായിട്ട് പറയാ. എന്നിട്ടോ പേജിക്കണ്ടോ? പേജാ തിരുത്ത് 66 പേജിൽ. ഇപ്പൊ തിരുത്തിയത് എന്താണ്? ആയത്തിന് ജലാലിനി കൊടുത്ത അർത്ഥം തിരുത്തി. പരിശുദ്ധ ഖുർആനിലെ ആയത്ത് വരെ തിരുത്തി ഞങ്ങള്. എന്തിനു വേണ്ടി? ജഹന്നമിനെ തോൽപ്പിക്കാൻ വേണ്ടി. വമാ കുന്തു മുത്തഖിദൽ മുദില്ലീന അദുദാ. എന്താണ് ആയത്തിന് അർത്ഥം? എന്താണ് ആയത്തിന് അർത്ഥം? നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് സൂറത്തുൽ കഹ്ഫ് എടുത്തു നോക്കി. അമാനി മൗലവി കൊടുത്ത അർത്ഥം കേട്ടോളൂ. ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിനാകട്ടെ അവരെ തന്നെ സൃഷ്ടിച്ചതിനാകട്ടെ നാം അവരെ സാക്ഷിയാക്കിയിട്ടില്ല. വഴി പിഴപ്പിക്കുന്നവരെ ഞാൻ സഹായകരായി സ്വീകരിക്കുന്നവനല്ല തന്നെ.
നമ്മളെ പുത്തരത്ത് അബൂബക്കർ മാഷി കുറെ വട്ടിട്ട് കേട്ടു നോക്കിയാൽ എങ്ങനെ പോയി കിട്ടിയത്, എങ്ങനെ നോക്കിയിട്ട് മൂപ്പർക്ക് മനസ്സിലാവണ്ട. ഞാൻ സഹായിയായി സ്വീകരിച്ചിട്ടില്ല എന്ന് അള്ളാഹ് പറയാണല്ലോ. ഇയാൾ പറഞ്ഞ പിശാചിനെ നിങ്ങൾക്ക് സഹായിയായി വെച്ചിട്ടില്ല. അപ്പൊ ഇയാളുടെ സ്വഭാവം എന്താ വെച്ചാൽ ഇയാൾ ആദ്യം ആശയം തീരുമാനിക്കും, എന്നിട്ട് ഖുർആൻ തരും. എന്നിട്ട് കണ്ടതൊക്കെ ഒരുത്തനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നു കുഞ്ഞൻ തമ്പിയാൻ നോട്ടെന്നുള്ളിൽ. അതുമായി അയാളെ കഥ ഇതിങ്ങനെ തന്നെ. പിശാചിനെ സഹായിക്കട്ടെ, എവിടുന്ന കിട്ടുക? ചാടി കിട്ടി, ജലാലി ഒരൊറ്റ അടിയ. എന്നിട്ടോ നിങ്ങൾ അതിൽ മാത്രം തിരിക്കാൻ പറയും, ഈ സീഡി നിങ്ങൾ പിൻവലിക്കണം. ഇത് കേരളം മുഴുവൻ നിങ്ങൾ പ്രചരിപ്പിച്ചതാണ്. ഈ സീഡി കാസർഗോഡ് സീഡി നിങ്ങൾ പിൻവലിക്കണം, മാന്യത നിങ്ങൾക്കുണ്ടെങ്കിൽ. മാത്രല്ല നിങ്ങളെ പുസ്തകത്തിൽ കണ്ടോളിയും ഇതൊക്കെ തിരുത്തിട്ട് ഇപ്പൊ ജലാലയിന്റെ ഒരു വാചകത്തിട്ട് എന്റെ മേലെ പറഞ്ഞോട്ടോളും. ഈ ആയത്തിന്റെ നേരെ മുകളിൽ പിശാചിനെയും അവന്റെ സന്തതികളെയും നിങ്ങൾ എനിക്ക് പുറമെ സഹായികളാക്കുകയാണോ എന്ന് ചോദിച്ച ശേഷമാണ് അള്ളാഹു ഇപ്രകാരം പിശാചിനെ സംബന്ധിച്ച് നമുക്ക് എഴുച്ചു തരുന്നത്. അതായത് പിശാചിനെ നിങ്ങൾ സഹായികളായി പരിഗണിച്ച് അവയുടെ സഹായം ലഭിക്കുവാൻ അവരെ പൂജിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളെ സഹായിക്കുവാൻ അവർക്ക് സാധ്യമല്ല. കാരണം ഇതിനുള്ള കഴിവ് ഞാൻ പിശാചിന് നൽകിയിട്ടില്ല. അള്ളാഹ് പറയണേ, നോക്കണം, ഇയാൾക്ക് പൊട്ടപ്പോയത്തം പറ്റിയത് ഒക്കെ അള്ളാന്റെ പേരിൽ ചാർജാണ്. അള്ളാഹ് പറയാണ് അതിനുള്ള കഴിവ് ഞാൻ പിശാചിന് നൽകിയിട്ടില്ല. വസ്വാസിലൂടെ നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള കഴിവ് മാത്രമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ഇത് തന്നെ എന്നെ കുറിച്ചുള്ള സ്മരണ ഉണ്ടായാൽ പിന്മാറുന്ന. ഇതാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇയാൾക്ക് മനസ്സിലാകാത്തൊക്കെ അള്ളാന്റെ പേരിൽ ചാർജ്. അള്ളാഹ് പറഞ്ഞ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ ഞാൻ പിശാചുക്കളെ സഹായികളാക്കിയിട്ടില്ല. ഇയാളോ ഇതിന്റെ മോളിൽ പറയുന്നത് പിശാചുക്കളെ സഹായികളാക്കി വെക്കുന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് അവരെ പിശാചുക്കളെ സഹായം ലഭിക്കാൻ പൂജിച്ചിട്ടും സേവിച്ചിട്ടും ഒന്നും കാര്യമില്ല, അതിനുള്ള കഴിവ് ഞാൻ കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. തിരുത്തണങ്ങള് ഈ പുസ്തകം തന്നെ ഞങ്ങൾ പിൻവലിക്കേണ്ടി വരും. കഴിഞ്ഞിട്ടൊരു മാസം ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം. പോയത്തങ്ങൾ എഴുതി വിട്ട് സമ്മേളനത്തിൽ ആഘോഷപൂർവ്വം വിതരണം ചെയ്താലേ. ഇന്നത്തെ ശബാബിലുണ്ട് എളമരം കരീം ഈ പുസ്തകത്തെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഫ്രെയിം ചെയ്ത് ഇവിടെ വെച്ചോളി, നല്ല ആളാ, സർട്ടിഫിക്കറ്റ്.